1.5 വയസ്സായി 2 വയസ്സാകുമ്പോഴേക്കും കുഞ്ഞ് 2 വാക്ക് ചേർന്ന് സംസാരിച്ചില്ലെങ്കിൽ നമ്മൾ ഒട്ടും വൈകിക്കരുത്. ആയിക്കോളും, അല്ലെങ്കിൽ മൂത്ത കുട്ടി സംസാരിക്കാൻ വൈകി എന്ന് കരുതിയിട്ട് നമ്മൾ ആവും എന്നുള്ള രീതിയിൽ ഇരിക്കരുത് ഒരു കാരണവശാലും. റിയൽ ഗെയിം അല്ല, വേറെ എന്തോ രീതിയിലാണെങ്കിലും മറ്റു കുട്ടികളായിട്ട് ഇടപഴകാതിരിക്കുക, അമ്മയുടെ മുഖത്ത് നോക്കാതിരിക്കുക, ഇതൊക്കെ വേണമെങ്കിൽ ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങളായിട്ട് കാണാം. ഒരു കുഞ്ഞ് സംസാരിക്കാൻ വൈകി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇടപെടണം. നമസ്കാരം, ഞാൻ ഡോക്ടർ അനസ്, പീഡിയാട്രീഷ്യൻ, അപ്പെക്സ് ഹെൽത്ത് കെയർ ചിൽഡ്രൻസ് ക്ലിനിക്, ആലുവ. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ഓരോ ഡെവലപ്മെൻറ്റ്സിൻ്റെയും ആ ഒരു മൈൽ സ്റ്റോൺസ് ഇത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. നാഴികക്കല്ലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ചില ഹോസ്പിറ്റലിൽ നമുക്ക് ബുക്ക് കിട്ടും, ഒരു ചൈൽഡ് ബേബി കെയർ ബുക്ക് കിട്ടും. അതല്ല എങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്കൊരു അമ്മ കുഞ്ഞ് എന്നുള്ളൊരു പാഠം, ഒരു മാതൃശിശു സംരക്ഷണ ബുക്ക് നമുക്ക് കിട്ടും. ആ ബുക്കിൽ കൃത്യമായിട്ട് കുഞ്ഞിൻ്റെ എല്ലാ മൈൽ സ്റ്റോൺസും നാഴികക്കല്ലുകൾ അതിൽ കൃത്യമായിട്ട് വിത്ത് പിക്ചർ അതിൽ എഴുതിയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഫോളോ ചെയ്ത് നമുക്ക് പോകുന്ന കാര്യമാണ് കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ്സിൽ. ഇപ്പോൾ സ്പീച്ചിനെ കുറിച്ച് നമ്മൾ പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കരച്ചിൽ, തീർച്ചയായിട്ടും അതിന് സംസാരിക്കാനില്ല, അത് എക്സ്പ്രസ് ചെയ്യുന്ന കരച്ചിലൂടെ ആയിരിക്കാം. ഇത് ചെറിയ ചെറിയ വാക്കുകൾ വെച്ചാൽ ആ കരച്ചിൽ തന്നെ ചില ശബ്ദങ്ങൾ ബ്ലാ ബ്ലാ ഒക്കെ അപ്പുറത്ത് ഇപ്പുറത്ത് വയ്ക്കും. ഒരു 6 മാസം 7 മാസം 8 മാസം കഴിയുമ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാകാൻ പറ്റും കുറച്ച് വ്യത്യാസങ്ങൾ വന്നു കൊടുക്കും. പക്ഷേ കുഞ്ഞ് അപ്പോഴും സംസാരിക്കാനായിട്ടില്ല. നമ്മൾ 1 വയസ്സാകുമ്പോൾ ആ ഒരു മോണോസിലബിൾ, ചില 1 വയസ്സിൽ കുഞ്ഞ് ഒറ്റ വാക്ക്, ചില അമ്മ, അച്ഛൻ, അങ്ങനെ എന്തെങ്കിലും 2 വാക്കുകളും അതിന് പുറമെ 1 വാക്കും കൂടെ 1 വയസ്സാകുമ്പോഴേക്കും കുഞ്ഞ് പറഞ്ഞിരിക്കണം എന്നുള്ളതാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലാംഗ്വേജിൻ്റെ മൈൽ സ്റ്റോൺസ് സ്പീച്ചിൽ നമ്മൾ നോക്കുന്നത്. ഈ അച്ഛൻ, അമ്മ, അതല്ലെങ്കിൽ സ്ഥിരമായിട്ട് കുഞ്ഞു കേൾക്കുന്ന വാക്ക്, ചിലപ്പോൾ ചേച്ചി എന്നായിരിക്കാം, ചിലപ്പോൾ അപ്പ എന്നായിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആ രീതിയിൽ പാപ്പം, അങ്ങനെയുള്ള വാക്കുകൾ, ഇള്ളം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാത്ത രീതിയിലുള്ള ഒരു വാക്ക് കുഞ്ഞ് ക്യാച്ച് ചെയ്തിട്ട് ആടുമ്പ, പശുമ്പ, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഈ വൊക്കാബുലറി ഗ്രാജുവലി ഇമ്പ്രൂവ് ചെയ്ത് കൂടി 10 വാക്കായി 20 വാക്കായി 30 വാക്ക് 1.5 വയസ്സ് കഴിഞ്ഞ് 2 വയസ്സാകുമ്പോഴേക്കും ഈ കുഞ്ഞ് 2 വാക്ക് ചേർത്ത് സംസാരിക്കും. അമ്മ, വാ, പാപ്പം, താ, ഇങ്ങനെ 2 വാക്കുകൾ. അപ്പോൾ നമ്മൾ 1 വയസ്സിൽ മോണോസിലബസ് ഒറ്റ വാക്ക് സംസാരിക്കുകയാണെങ്കിൽ 2 വയസ്സാകുമ്പോഴേക്കും 2 വാക്ക് ചേർത്ത് സംസാരിക്കണം. ചില കുട്ടികൾ 2 വയസ്സാകുമ്പോഴേക്കും ചിലപ്പോൾ സെൻറ്റൻസോ പാട്ടുകളോ റൈംസ് ഒക്കെ പറയുന്ന കുട്ടികളുണ്ട്. പക്ഷെ എല്ലാവരും കമ്പാരിസൺ ചെയ്യേണ്ട ആവശ്യമില്ല, റേഞ്ച് എല്ലായിടത്തും എപ്പോഴും ഉണ്ട്. എന്നാലും മിനിമം 2 വയസ്സാകുമ്പോഴേക്കും കുഞ്ഞ് അറ്റ്ലീസ്റ്റ് 2 വാക്ക് ചേർത്ത് ഇല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്തെങ്കിലും കുറവുകൾ, ഈ പറഞ്ഞ പോലെ ഡെവലപ്മെന്റിൽ ഡിലേ വരുന്ന പല കാരണങ്ങളുണ്ട്. ഒന്ന് അയണിൻ്റെ കുറവ് കൊണ്ടുവരാം, പോഷകാഹാരത്തിൻ്റെ കുറവ് കൊണ്ടുവരാം, പാരൻസിൻ്റെ ശ്രദ്ധ കുറവ് കൊണ്ടുവരാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത പല പാരൻസിൻ്റെ കുഞ്ഞുങ്ങൾ സംസാരിക്കുക, അവർ ബിസി ആയിരിക്കാം, ഒത്തിരി അമിതമായിട്ട് ഫോണിലിരിക്കുന്ന കുട്ടികളുണ്ടാകും, അവരും ഈ ഒരു ഡിലേ ഒത്തിരി നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളിൽ തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ടും അയണിൻ്റെ കുറവുകൊണ്ടൊക്കെ എപ്പോഴും ഇതുപോലെ ഡിലേസ് കാണാറുണ്ട്. അപ്പോൾ 1.5 വയസ്സായി 2 വയസ്സാകുമ്പോഴേക്കും കുഞ്ഞ് 2 വാക്ക് ചേർത്ത് സംസാരിച്ചില്ലെങ്കിൽ നമ്മൾ ഒട്ടും വൈകിക്കരുത്. ആയിക്കോളും, അല്ലെങ്കിൽ മൂത്ത കുട്ടി സംസാരിക്കാൻ വൈകി എന്ന് കരുതിയിട്ട് നമ്മൾ ആവും എന്നുള്ള രീതിയിൽ ഇരിക്കരുത് ഒരു കാരണവശാലും 2 വയസ്സായിട്ടും. കാരണം കേൾവി കുറവുണ്ടെങ്കിൽ, കേട്ടാൽ മാത്രമേ കുഞ്ഞ് പഠിക്കുകയുള്ളൂ, സംസാരിക്കാൻ തുടങ്ങുള്ളൂ. അപ്പോൾ കേൾവി കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും അത് നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. ഇനി കുഞ്ഞ് സംസാരിക്കാൻ വൈകും, മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് കുഞ്ഞിനെ സംസാരിക്കാൻ പറ്റാത്ത കുറവുകളുണ്ടാണെങ്കിൽ അത് കണ്ടുപിടിക്കണം. തൈറോയിഡ് കൊണ്ടാണെങ്കിൽ അത് കണ്ടുപിടിക്കണം. ഇനി നമ്മൾ ട്രെയിനിങ് കുറവുണ്ടോ, പാരൻസിൻ്റെ ആ ഒരു കുഞ്ഞുമായിട്ടുള്ള അടുപ്പം കുറവ് കൊണ്ടാണെങ്കിൽ അത് കണ്ടുപിടിക്കണം. അപ്പോൾ കുഞ്ഞിന് നല്ല നല്ല പടങ്ങളുള്ള ബുക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് അതിലെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് പതുക്കെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യണം. 3 വയസ്സാകുമ്പോഴേക്കും കുഞ്ഞ് തീർച്ചയായിട്ടും 3 വാക്ക് ചേർത്ത് സംസാരിക്കുന്ന രീതിയിലേക്ക് അമ്മ, വാ, പാപ്പൻ, താ, തീർച്ചയായിട്ടും പാട്ട് പാടും, റൈംസ് പാടും, നല്ല ഫ്ലുവൻ്റായിട്ട് സംസാരിക്കും. 3 വയസ്സാകുമ്പോഴേക്കും ഒരുപാട് കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും 3 വയസ്സായിട്ടും അധികം സംസാരിക്കാതെ, അല്ലെങ്കിൽ ഈ സംസാരിക്കുമ്പോൾ കുഞ്ഞ് അമ്മയായിട്ട് കോൺടാക്ട് വയ്ക്കുന്നില്ല. ഇപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്തെ ആ ഒരു ജനിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ 2 മാസം 3 മാസം അമ്മേനെ തിരിച്ചറിഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ അമ്മയുടെ മുഖത്ത് നോക്കുന്നില്ല, അല്ലെങ്കിൽ അമ്മ കുഞ്ഞിനെ കൊഞ്ചിക്കുമ്പോൾ ലാളിക്കുമ്പോൾ കുഞ്ഞ് അമ്മയുടെ മുഖത്ത് നോക്കി പ്രതികരിക്കുന്നില്ല. അത് നമ്മൾ ഗ്രാജുവലി ഒരു 1 വയസ്സാകുമ്പോഴേക്കും ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ കണ്ടിൽ നോക്കാതെയൊക്കെ തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ 1 വയസ്സ് കഴിഞ്ഞ് കുഞ്ഞ് ഇരുന്ന് കളിക്കുന്ന സമയത്ത് അവൻ വേറെ രീതിയിൽ വെച്ചാൽ ഒരു റിയലിസ്റ്റിക് പ്ലേ അല്ലാണ്ട് ചുമ്മാ എന്തോ ഒരു കളി കളിക്കുന്നത്, അല്ലെങ്കിൽ ടയറിൻ്റെ ചക്രം വെച്ച് കളിക്കുന്നത്, അതല്ലെങ്കിൽ വണ്ടിയുടെ ചക്രമോ അല്ലെങ്കിൽ ഫാനിൽ നോക്കി വട്ടത്തിലുള്ള ഇരുന്ന് കളിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവൻ ഒരു റിയൽ ഗെയിം അല്ല, വേറെ എന്തോ രീതിയിലാണ്, അല്ലെങ്കിൽ മറ്റു കുട്ടികളായിട്ട് ഇടപഴകാതിരിക്കുക, അമ്മയുടെ മുഖത്ത് നോക്കാതിരിക്കുക, ഇതൊക്കെ വേണമെങ്കിൽ ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണാം. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ ഒത്തിരി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷന് പോയപ്പോൾ ഞാൻ കണ്ടൊരു കാര്യമാണ്, നമ്മൾ പണ്ടൊക്കെ ഒരു കുഞ്ഞിനെ കൊണ്ടുപോകാൻ ചിലപ്പോൾ കുപ്പിപ്പാൽ ഇങ്ങനെ വായിൽ വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞ് കരയായിരിക്കും കൊണ്ട് കൊണ്ടുനടക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം എന്നെ ശ്രദ്ധയിൽപ്പെട്ട് ഞാൻ സർപ്രൈസ് ആയ ഒരു കാര്യമാണ്, ഈ കുഞ്ഞ് അമ്മയുടെ മടിയിലുണ്ട്, അമ്മ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും, കുഞ്ഞ് കരയായിരിക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ ഓൺ ആക്കിയിട്ട് ഞാൻ ലൈറ്റ് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കൊണ്ടുപോകുക. ദൈവമേ, എന്തൊരു കാലഘട്ടമാണ് ഇത്! ഇങ്ങനെയൊക്കെ ഉണ്ടോ? കുഞ്ഞുങ്ങൾ കരയായിരിക്കാൻ മൊബൈൽ ഓൺ ആക്കി ലൈറ്റ് കാണിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഈ ഒരു അവസ്ഥയിലേക്ക്, ഇത്രയും അഡിക്ഷനിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിരിക്കുന്ന പാരൻസിന് സമയം തീരില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ കുഞ്ഞ് പൊടി മക്കളാണ്, അവർക്ക് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സമയമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദയവ് ചെയ്ത് 3 വയസ്സിന് മുമ്പ് മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ പലപ്പോഴും 1 വയസ്സ് 2 വയസ്സിൽ അമ്മ എന്ന് വിളിച്ചു വന്ന പല കുഞ്ഞുങ്ങളും മിണ്ടാത്ത പോലെ, അമ്മയെ ശ്രദ്ധിക്കാത്ത പോലെ, അമ്മ എന്നുള്ള വിളി മറന്നുപോയ കുഞ്ഞുങ്ങൾ ഒത്തിരി നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം ഓട്ടിസത്തിൻ്റെ
ഡയറക്റ്റ് ഓട്ടിസം അല്ലെങ്കിലും ഓട്ടിസത്തിന് തന്നെ വേറൊരു ലക്ഷണങ്ങളാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വരുന്നത് കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഓട്ടിസത്തിൻ്റെ ഇന്നത്തെ പ്രസൻറ്റേഷൻ ഇതുപോലെ തന്നെയാണ്. റിയൽ ഓട്ടിസം, വിർച്വൽ ഓട്ടിസം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് നമ്മൾ നിരന്തരം ഇടപെടുക. അതില്ലെങ്കിൽ ഇപ്പോൾ 2 വയസ്സ് 3 വയസ്സായി കുഞ്ഞുങ്ങൾ അംഗനവാടി കൊണ്ടിരുത്തി മറ്റു കുട്ടികളായിട്ട് കളിച്ചു തുടങ്ങുമ്പോൾ ഒത്തിരി ലാംഗ്വേജസിൽ വ്യത്യാസം വരാറുണ്ട്, മറ്റു കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ. അപ്പോൾ ഇത്രയും കാലം നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കുക. ഒരു കുഞ്ഞ് സംസാരിക്കാൻ വൈകിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇടപെടണം. അത് ആയിക്കോളും എന്നുള്ള രീതിയിൽ നമ്മൾ ഇരിക്കരുത്. 1 വയസ്സിൽ 1 വാക്ക് സംസാരിക്കണം, 2 വയസ്സിൽ 2 വാക്ക് ചേർത്ത് സംസാരിക്കണം, 3 വയസ്സിൽ 3 വാക്ക് ചേർത്ത് സംസാരിക്കണം. ഇതൊന്നും ഡെവലപ്മെന്റിൽ കണ്ടില്ല എങ്കിൽ ഒട്ടും വൈകിക്കരുത്, ദയവായി ഡോക്ടറെ സമീപിക്കണം.